Hello everyone, welcome back to Commerce Track. In this particular video, we will be discussing MGU University Semester 2 Advanced Corporate Accounting Model Question Paper. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 week ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേജ് ആൻസർ ചെയ്യണം, എത്ര പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതിയോ എന്നൊക്കെ കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ശരിക്കും എക്സാം വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നമ്മുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what do you mean by voyage account? Explain in detail methods of ascertainment of profit under voyage in progress. So, ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് voyage account? അതുപോലെ തന്നെ voyage accountന്റെ അണ്ടറിൽ വരുന്ന പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതണം എന്നുള്ള കാര്യം. So, shipping companies are required to ascertain the profit or loss of a particular voyage. For this purpose, we adopt a system of accounting known as voyage account. Voyage account is a nominal account. So, shipping companiesനെ സംബന്ധിച്ച് അവരുടെ ഓരോ വോയേജിലും വരുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. And this voyage account is nominal account. Nominal account means debit all expenses and losses, credit all incomes and gains. അതാണ് voyage account, nominal account എന്ന് പറയുന്നത്. So voyage account എന്ന് പറയുന്നത് ഒരു nominal account ആണ്. Voyage account is similar to profit and loss account. Profit and loss accountനോട് സിമിലർ ആയിട്ട് വരുന്നത് തന്നെയാണ് voyage account. All the expenses related to voyage are debited in voyage account. Voyage related ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ voyage accountൽ ഡെബിറ്റ് ചെയ്യുന്നു. വോയേജ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? ബ്രോക്കറേജ്, കമ്മീഷൻ, ബങ്കർ കോസ്റ്റ്, വേജസ്, സാലറി ടു ക്രൂ, ഇൻഷുറൻസ്, ഡെപ്രീസിയേഷൻ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ. ഓൾ ദി ഇൻകം റിലേറ്റഡ് ടു വോയേജ് ആർ ക്രെഡിറ്റഡ് ഇൻ വോയേജ് അക്കൗണ്ട്. ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്താണ് ഇൻകംസ്? ഫ്രൈറ്റ്, പ്രീമേജ്, പാസേജ് മണി, ഇതൊക്കെ ഒരു വോയേജ് അക്കൗണ്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് വരുന്ന ഇൻകംസ് ആണ്. സോ അതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. The profit can be ascertained under voyage in progress by finding the difference between debit side and credit side. So, debit and credit ന്റെ ഡിഫറൻസ് എടുക്കുക. ഇഫ് അത് ഡെബിറ്റ് സൈഡിലാണ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് എന്നെങ്കിൽ നമുക്കത് ലോസ് ആണ്. ആൻഡ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് കൂടുതൽ ദാൻ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ നമുക്കത് എന്തായിരിക്കും? ഒരു പ്രോഫിറ്റ് ആയിരിക്കും. ആൻഡ് എന്ത് ചെയ്യുക? ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ്, വോയേജ് അക്കൗണ്ടിന്റെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റും കൂടി അങ്ങ് ചെയ്യുക. ദാറ്റ് ഇസ് വോയേജ് അക്കൗണ്ട്. ഇവിടെ എന്താണ്? എക്സ്പെൻസസും ഇവിടെ ഇൻകംസും. കമ്മീഷൻ, ബ്രോക്കറേജ്, ബങ്കർ കോസ്റ്റ്, ടു ഇൻഷുറൻസ്, ടു ഡിപ്രീസിയേഷൻ, ടു സാലറീസ് ആൻഡ് വേജസ്, ടു പോർട്ട് ചാർജസ്. വി വിൽ ബി ഗെറ്റിംഗ് വാട്ട്? ടോട്ടൽ ഓഫ് ദിസ് വൺ expenses. Then incomes by freight charges, by premium, by passage money. Okay. So when we find the difference between, if it is net profit, then it will come here. If it is a net loss, then it will come here. Okay. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ എഴുതിയത്. വാട്ട് ഈസ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഡബിൾ അക്കൗണ്ട് ഈസ് എ മെത്തേഡ് ഓഫ് പ്രസന്റിംഗ് the annual financial account of any financial statement of a public utility undertaking like railway, electricity, water supply, gas, etc. These undertakings are usually incorporated under special act, and as a result the form of account is prescribed by special statute. Presenting balance sheet in two parts under the system, separate account is in respect of capital and revenue. Receipts and payments are prepared in order to show clearly the capital receipt and the manner in which the amount has been invested, and also disclose clearly any deficiency in capital or revenue receipts compared to expenditures. സോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്ങിനെ സംബന്ധിച്ച്, പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് റെയിൽവേ ആകാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ഗ്യാസ്, അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് അണ്ടർടേക്കിങ്സിന്റെ ആനുവൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആനുവൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസന്റേഷൻ മെത്തേഡിനെയാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്
ഈ ഡബിൾ അക്കൗണ്ട് ഈ അണ്ടർടേക്കിങ്സ് ഒക്കെ ഒരു സ്പെഷ്യൽ ആക്ട് വഴി ഫോം ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ട്സ് പ്രിസ്ക്രൈബ്, അതായത് ഇവരുടെ അക്കൗണ്ട്സ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട് ബോഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ബാലൻസ് ഷീറ്റ് 2 പാർട്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ക്യാപിറ്റലിനും റവന്യൂ, ക്യാപിറ്റൽ റിസീപ്സിനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും റവന്യൂ റിസീപ്സിനും റവന്യൂ എക്സ്പെൻഡിച്ചറിനും നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമുക്ക് ക്ലിയർലി എന്താണ് ക്യാപിറ്റൽ റിസീപ്സും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ റിസീപ്സ് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് ആയിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ലിയർലി എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എന്ത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റീസണബിൾ റിട്ടേൺ? എന്താണ് റീസണബിൾ റിട്ടേൺ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ റീസണബിൾ റിട്ടേൺ ഇസ് ദ സം ടോട്ടൽ ഓഫ് ദ ഫോളോയിങ് ഐറ്റം. സോ ഫോളോയിങ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഈൽഡ്. സ്റ്റാൻഡേർഡ് ഈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് റേറ്റ്, അതായത് RBI റേറ്റിന്റെ കൂടെ 2% ആഡ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടുന്നത്. സോ സ്റ്റാൻഡേർഡ് ഈൽഡിന്റെ പെർസെന്റേജ്, അതായത് നമ്മുടെ ബാങ്ക് റേറ്റ് +2, ഇപ്പൊ ബാങ്ക് റേറ്റ് 8 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ബാങ്ക് റേറ്റ് 8 + 2 ദാറ്റ് ഇസ് 10% ആയിരിക്കും സ്റ്റാൻഡേർഡ് ഈൽഡ് വരുന്നത്. So 10%. Then income from investment other than those included in capital base. Capital baseൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. Then half on ലോൺസ് അഡ്വാൻസ് ബൈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്തെങ്കിലും ലോൺസ് ഒക്കെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 0.5% എടുക്കുക. Then 0.5% on the amount borrowed from approved financial institutions and 0.5% of the amount realized by the issue of debentures, half on the balance of development reserve. ഓക്കെ, ഇത്രയും കാര്യങ്ങളുടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, റീസണബിൾ റിട്ടേൺ എന്നാണ്. സോ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഈൽഡിന്റെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഈൽഡിന്റെയും ഇൻകം ഫ്രം അതർ ഇൻവെസ്റ്റ്മെന്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്യാപിറ്റൽ ബേസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഇൻകം, അതുപോലെ തന്നെ 0.5% ഓഫ് ലോൺ അഡ്വാൻസ്, ദെൻ 0.5% ഓഫ് ദി എമൗണ്ട് ബോറോഡ് ഫ്രം ദി അപ്രൂവ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഹാഫ് ഓഫ് ദി എമൗണ്ട് റിയലൈസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് 0.5% ഓൺ ബാലൻസ് ഓഫ് ഡെവലപ്മെന്റ് റിസർവ്. ഇത്രയത്തിന്റെയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു റീസണബിൾ റിട്ടേണിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആൻസർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പോയിന്റ്സ് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വാല്യുവേഷൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. മാക്സിമം നീറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുക. മച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കരുത്. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ മൈനോറിറ്റി ഇൻട്രസ്റ്റ്? എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇസ് ഓൾസോ നോൺ ആസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. അല്ലെ, മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് കൂടെ പറയാറുണ്ട്. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ആൻ ഓണർഷിപ്പ് പൊസഷൻ wherein a shareholder owns less than 50% of the outstanding shares and has no control over decision. So minority interest എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു കമ്പനിയുടെ ഷെയർസിന്റെ പൊസിഷൻ, അതായത് ഓണർഷിപ്പിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണോ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ 50% ഷെയറിന് ലെസ് ദാൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഡിസിഷന്റെ സമയത്ത് കൺട്രോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. When some of the shares of the subsidiary company are held by the outsiders other than holding company. Okay, അതായത് നമ്മുടെ ഹോൾഡിംഗ് കമ്പനി അല്ലാതെ ഒരു കമ്പനിയുടെ ഷെയർസ് ഔട്ട്സൈഡേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഔട്ട്സൈഡേഴ്സിനെയാണ് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ദർ ഇൻട്രസ്റ്റ് ഇസ് നോൺ ആസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഔട്ട്സൈഡേഴ്സ് ഉള്ള, അതായത് ജനറൽ പബ്ലിക് ആയിരിക്കും ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനി ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനി 50+ ഷെയർസ് ആയിരിക്കും എടുക്കുന്നത്. 50%, ഇപ്പൊ 100 ഷെയർസ് ആണെങ്കിൽ 51+ ആയിരിക്കും എടുക്കുന്നത്. ആരായിരിക്കും? ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. ആൻഡ് ബാലൻസ് ആയിരിക്കും നമ്മുടെ അത് ഔട്ട്സൈഡേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സോ അങ്ങനെ ഔട്ട്സൈഡേഴ്സ് എടുക്കുന്ന ഷെയർസിന്റെ മാത്രമായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം.
paid up value of shares held by outsiders, add a proportionate share of subsidiary companies, profit and reserve, add proportionate increase in the value of the assets of the subsidiary, then we have to deduct proportionate share of subsidiary companies losses and proportionate decrease in the value of the assets of subsidiary company. You will be getting minority or non-controlling interest. So, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹോൾഡിംഗ് കമ്പനി. സോ ഹോൾഡിംഗ് കമ്പനി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾഡിംഗ് കമ്പനി ഈസ് വൺ ദാറ്റ് ഹോൾഡ് എയ്തർ ദി വോൾ ഓഫ് ദി ഷെയർ ഓഫ് എ ഷെയർ ക്യാപിറ്റൽ ഓർ എ മെജോറിറ്റി ഓഫ് ദി ഷെയർസ് ഇൻ വൺ ഓർ മോർ കമ്പനീസ്. സോ ഒന്നോ അതിൽ കൂടുതൽ കമ്പനീസിന്റെ മൊത്തം ഷെയറോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ഷെയർ എന്ന് പറഞ്ഞാൽ 50+ പെർസെന്റേജ് ഓഫ് ദി ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടേക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിനെ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. സോ ആസ് ടു ഹാവ് എ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ സച്ച് കമ്പനീസ് സെയിം തന്നെയാണ് കമ്പനീസ്. സോ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിക്ക് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. നോൺ കൺട്രോളിംഗ് അല്ല, കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, അതായത് ഡിസിഷൻ മേക്കിംഗ് പവറിൽ ഉണ്ടായിരിക്കും. And such other companies are known as subsidiary companies. So, controlling interest, അതായത് മൈനോറിറ്റി കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനീസിനെയാണ് നമ്മൾ സബ്സിഡറി കമ്പനീസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കമ്പനി എ 10,000 ഷെയർസ് ഉണ്ട്, കമ്പനി ബി 6,000 ഷെയർസ് ഉണ്ട്. ഔട്ട് ഓഫ് 6,000 ഷെയർസ് ഓഫ് ബിയുടെ 6,000 ഷെയർസിൽ കമ്പനി എ അക്വയർ ചെയ്ത് 4,000 ഷെയർസ് ആണ്. സോ 6,000 മെജോറിറ്റി അക്വയർ ചെയ്തത് ആരാണ്? എ ആണ്. സോ എ ഇവിടെ എന്താണ്? ഹോൾഡിംഗ് കമ്പനിയാണ്. ആൻഡ് ബി ഈസ് ദ സബ്സിഡറി കമ്പനി. ബിയുടെ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ടേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബി സബ്സിഡറി കമ്പനിയാണ്. ആൻഡ് ബാലൻസ് 2,000 ഷെയർസ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ജനറൽ പബ്ലിക്കിനെയാണ് നമ്മൾ പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. സോ നമ്മൾ എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. സോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം is a system of preparing annual financial statement or annual financial account of a public utility undertaking like a railway, state electricity board, water supply, gas, etc. Okay, അപ്പൊ നമുക്ക് ഓൾറെഡി പറഞ്ഞാണ്, വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ട് അണ്ടർ ഡബിൾ അക്കൗണ്ട് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ റവന്യൂസും അതുപോലെ തന്നെ ക്യാപിറ്റലും നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് മോർ അണ്ടർസ്റ്റാൻഡബിൾ, ഈസിയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. Then, second point ആണ് helps in replacement of fixed asset without any depletion of cash resources of the company. So, ഈ അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ അണ്ടറിൽ നമ്മൾ എന്താണ് കമ്പൽസറി ആയിട്ട് ഡിപ്രീസിയേഷൻസ് ഓരോ കൊല്ലവും ഓരോ അസറ്റ്സ് റീപ്ലേസ് ചെയ്യാനായിട്ട് ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അസറ്റ്സ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് റിസോഴ്സസിന് ഡിപ്ലീഷൻ വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റീപ്ലേസ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. അതാണ് അടുത്ത അഡ്വാൻറ്റേജ് പറയുന്നത്. Then next is presentation of the account in the prescribed form enables the state to ensure that undertaking is rendering efficient services at reasonable cost. So presentation നമ്മൾ അക്കൗണ്ട്സ് പ്രസന്റ് ചെയ്യുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ്. അതായത് നമ്മൾ ഓൾറെഡി എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് ബോഡി ആയിരിക്കും. സോ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഏറ്റവും റീസണബിൾ കോസ്റ്റിൽ നമ്മുടെ അണ്ടർടേക്കിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസസ് ആണോ എഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പബ്ലിക്കേഷൻ ഓഫ് ദി അക്കൗണ്ട്. Publication of the account is prescribed form enables the undertakings to compile many statistical returns reflecting this services rendering to the public. സോ നമ്മുടെ അക്കൗണ്ട്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അതോറിറ്റി. സോ അതിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പബ്ലിക് അണ്ടർടേക്കിങ്സ് റെൻഡർ ചെയ്യുന്ന സർവീസസ് എന്താണെന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിട്ടേൺസിൽ റിഫ്ലക്ട് ചെയ്യാൻ
ഹെൽപ്ഫുൾ ആണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ഡെവലപ്മെന്റ് റിസർവ്? സോ ഡെവലപ്മെന്റ് റിസർവ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ ഡെവലപ്മെന്റ് റിസർവ് ഷാൽ ബി ക്രിയേറ്റഡ് ടു വിച്ച് ഷാൽ ബി അപ്രോപ്രിയേറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് അക്കൗണ്ടിംഗ് ഇയർ സം ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് income tax saved on account of development reserve to which license is entitled to for the accounting year by virtue IT Act 1961. So ഇതിന്റെ അകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല. ഡെവലപ്മെന്റ് റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എമൗണ്ട് ഈക്വൽ ടു ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈച്ച് ഇയറിൽ അതെന്ത് ചെയ്യണം, മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു. Any sum can be appropriated towards this reserve in respect of any accounting year will be appropriated in annual installment spread over a period not excluding 5 years. So, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ റിസർവ് ചെയ്ത് മാറ്റി വെക്കുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ് എന്ത് ഡെവലപ്മെന്റ് റിസർവിന്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, ഇൻകം ടാക്സിന്റെ സേവിംഗ് എമൗണ്ട് ആണ്. ആൻഡ് ഈ ഒരു എമൗണ്ട് എക്സീഡ് 5 ഇയേഴ്സിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതാണ് ഡെവലപ്മെന്റ് റിസർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്? സോ നമുക്ക് നോക്കാം. ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, ലിക്വിഡേഷൻ ആണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. സോ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി ഓർ വൈൻഡിങ് അപ്പ് ആസ് എ ലീഗൽ ടേം. സോ ഇതെന്ന് പറയുന്നത് ഒരു ലീഗൽ ടേം ആണ്. റെഫർ ടു ദ പ്രൊസീജിയർ ത്രൂ വിച്ച് അഫയേഴ്സ് ഓഫ് ദ കമ്പനി വൂണ്ട് അപ്പ് ബൈ ദ ലോ. സോ ലോ പ്രകാരം എങ്ങനെ ഒരു കമ്പനീസിന് വൂണ്ട് അപ്പ്, അതായത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ എൻഡ് ചെയ്യാം എന്നുള്ളതിന്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ അഥവാ വൈൻഡിങ് അപ്പ് എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ക്ലോസിംഗ് ഓഫ് ദ കമ്പനി ഈസ് കോൾഡ് ലിക്വിഡേഷൻ. ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. കമ്പനി ഈസ് ക്രിയേറ്റഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ബൈ ലോ. അപ്പോൾ ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ലോ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തും ലോ പ്രകാരം തന്നെ വൈൻഡപ്പ് ചെയ്യണം. 2 ടൈപ്സ് ഓഫ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പ് ഉണ്ട്. കമ്പൽസറി വൈൻഡിങ് അപ്പ് ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. പിന്നെ the person who administered the process of liquidation is called a liquidator. So ആരാണ് ലിക്വിഡേഷന്റെ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ലിക്വിഡേറ്റർ ആണ്. ആൻഡ് ലിക്വിഡേറ്റർ എന്താണ് ചെയ്യുന്നത്, ലിക്വിഡേറ്റർ ഒരു കമ്പനിയുടെ അസറ്റ്സ് എല്ലാം സെൽ ചെയ്യും അല്ലെങ്കിൽ റിയലൈസ് ചെയ്യും ആൻഡ് ലൈബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യും. ആൻഡ് ഇഫ് പ്രോഫിറ്റ് വല്ലതും അല്ലെങ്കിൽ സർപ്ലസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ എല്ലാ പ്രോസസ്സിനെയും കൂടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിക്വിഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് അണ്ടർ പ്യുവർ അക്കൗണ്ടിംഗ്, പ്യുവർ അണ്ടർറൈറ്റിംഗ്. സോ പ്യുവർ അണ്ടർറൈറ്റിംഗിന്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്യുവർ അണ്ടർറൈറ്റിംഗിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്യുവർ അണ്ടർറൈറ്റിംഗിന്റെ അണ്ടറിൽ എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. ദി അണ്ടർറൈറ്റർ വിൽ മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട്. സോ അണ്ടർറൈറ്റർ എന്താണ്, അണ്ടർറൈറ്റർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദി എമൗണ്ട് പെയ്ഡ് ഫോർ ടേക്കിംഗ് അപ്പ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, അതായത് അണ്ടർറൈറ്റർ ടേക്കപ്പ് ചെയ്യുന്ന എമൗണ്ട് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന്റെ എമൗണ്ട് പേ ചെയ്യുന്നത് അദ്ദേഹം ഡെബിറ്റ് ചെയ്യും. ബിക്കോസ് ആ ഒരു അണ്ടർറൈറ്ററിനെ സംബന്ധിച്ച് അയാൾ പേ ചെയ്യുന്നതെല്ലാം അയാൾക്ക് എക്സ്പെൻസസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് കമ്മീഷൻ റിസീവ്ഡ് ബൈ ഫ്രം ദ കമ്പനി വിൽ ബി ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്. സോ അദ്ദേഹത്തിന് റിസീവ് ചെയ്ത കമ്മീഷൻ, കമ്പനിയിൽ നിന്നും റിസീവ് ചെയ്ത കമ്മീഷൻ, അയാൾ ഷെയർ അണ്ടർറൈറ്റ് ചെയ്തിരുന്ന ഒരു കമ്മീഷൻ കിട്ടും. അപ്പൊ ആ കമ്മീഷൻ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് ഈ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടിൽ. ആൻഡ് ഇൻ കേസ് സബ് അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ സബ് അണ്ടർറൈറ്റേഴ്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സബ് അണ്ടർറൈറ്റേഴ്സ് ടേക്ക് ഓവർ ചെയ്യുന്ന ഷെയർസിനെയും ഡിബഞ്ചേഴ്സിനെയും ഈ അണ്ടർറൈറ്റർ എന്ത് ചെയ്യും, അവരുടെ അസറ്റ് ആയിട്ട് കാണിക്കും, അതായത് ഇൻകം ആയിട്ട് കാണിക്കും. ദാറ്റ് ഇസ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഷോ ചെയ്യുന്നത്. ആൻഡ് ഈ അണ്ടർറൈറ്റേഴ്സിന് അല്ലെങ്കിൽ സബ് അണ്ടർറൈറ്റേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ അണ്ടർറൈറ്ററിന്റെ, അതായത് അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടിൽ അണ്ടർറൈറ്റർ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ബിക്കോസ് സബ് അണ്ടർറൈറ്റേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നത് ആരാണ്, അണ്ടർറൈറ്റർ ആണ്. ദെൻ അണ്ടർറൈറ്റർ വിൽ ട്രൈ ടു സെൽ ദി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഗോട്ട് എ കമ്മീഷൻ ഓൺ പർച്ചേസ്ഡ്. The sale proceeding of the shares or debentures all can be credited to the account. So, ഈ അണ്ടർറൈറ്റർ സെല് ചെയ്ത ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് അത് സെല് ചെയ്യുമ്പോഴത്തേക്ക് അണ്ടർറൈറ്റർ ഒരു ഷെയർ സെല് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് അത് പ്രോഫിറ്റ് ആയിരിക്കും. ദി ബാലൻസ് ലെഫ്റ്റ് അൺസോൾഡ് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ്. സോ അൺസോൾഡ് ചെയ്യാത്ത ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അദ്ദേഹം മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് വിച്ച് എവർ ഇസ് ലോവർ അതിലായിരിക്കും വാല്യൂ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു.
ആൻഡ് ബാലൻസ് ഫിഗർ വിൽ ബി ഷോൺ ആസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് വിൽ ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് ബാലൻസിങ് ഫിഗർ, ഓക്കെ, അതായത് ക്രെഡിറ്റിനും ഡെബിറ്റ്സിന്റെയും ബാലൻസിങ് ഫിഗർ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് പ്യുവർ അണ്ടർറൈറ്റിംഗിന്റെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി? സോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ഓർക്കുക. സോ ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് വേർ ബൈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഓക്കെ ഇൻസോൾവെന്റ് ആകുന്നത്. അതായത് ഹി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ബാക്ക് ഹിറ്റ്സ് ഡെറ്റ്സ്. ഹി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ബാക്ക് ഡെറ്റ്സ് പേ ബാക്ക് ചെയ്യുന്ന പൊസിഷനിൽ അല്ല. അതിനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ആൻഡ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോസസ് ആണ്. ഓക്കെ, ഫോളോ ടു റീസോൾവ് ദ ഇഷ്യൂ ഓഫ് ദ ഇൻസോൾവൻസി. ഇൻസോൾവൻസി ഇഷ്യൂ അല്ലെങ്കിൽ ഇൻസോൾവൻസി സിറ്റുവേഷൻ റീസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ലീഗൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ലീഗൽ പ്രോസസ്സിനെയാണ് ബാങ്ക്രപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ ടുക്ക് എ ലോൺ ഫോർ റുപ്പീസ് 10 lakh. 10 lakhന് മിസ്റ്റർ എ ലോൺ എടുത്തു ഫ്രം പഞ്ചാബ് ബാങ്ക് ലിമിറ്റഡ് ആണെന്ന് വിചാരിക്കാം. സോ പഞ്ചാബ് ബാങ്കിൽ നിന്നുമാണ് എ 10 lakh rupees ലോൺ എടുത്തതെന്ന് വിചാരിക്കാം. ആൻഡ് ഈ എ എന്ന് പറയുന്ന വ്യക്തി ഈസ് നോട്ട് ഏബിൾ ടു റീപേ ദിസ് പെർട്ടിക്കുലർ 10 lakh ടു പഞ്ചാബ് ലിമിറ്റഡ്. സോ ഈ ഒരു കേസിൽ എന്താണ്, എക്ക് ഇൻസോൾവെന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് എ ഈസ് നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു പേ ബാക്ക് ഹിറ്റ്സ് ഡെറ്റ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഇൻസോൾവൻസി പ്രോബ്ലം വന്നാൽ പഞ്ചാബ് ബാങ്ക് ലിമിറ്റഡിന് ഒരു ഹ്യൂജ് എമൗണ്ട് ലോസ് വരും. അപ്പൊ ആ ഒരു ലോസ് നികത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ് ബാങ്ക്രപ്സി. ഓക്കെ, അതിനെയാണ് നമ്മൾ ബാങ്ക്രപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ലോ ഉണ്ട്, ദാറ്റ് ഇസ് ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2060. ഈ ലോ പ്രകാരമാണ് ഇന്ത്യയിൽ വരുന്ന എല്ലാ ഇൻസോൾവൻസിയും ബാങ്ക്രപ്സിയും കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെക്ഷൻ എ പാർട്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തായി സെക്ഷൻ ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് 11th ക്വസ്റ്റ്യൻ നോക്കാം. 2 weight ക്വസ്റ്റ്യൻസ് ആണ്. 2 പേജിൽ എക്സീഡ് ചെയ്യാതെയാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. എ വാട്ടർ സപ്ലൈ കൺസേൺ ഹാഡ് എ റീപ്ലേസ് എ ക്വാർട്ടർ ഓഫ് ദ മൈൻസ് മൈൻസ് അല്ല മെയിൻസ് ആണ്, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ആൻഡ് ലേ ഓൺ ഓക്സിലറി മെയിൻ ഫോർ ദ റിമൈനിങ് ലെങ്ത് ഇൻ ഓർഡർ ടു ആർഗ്യുമെന്റ് സപ്ലൈസ് of water to a locality. The total cost of the original machine was 8 lakh, auxiliary machine cost 9 lakh, and the new machine cost rupees 8 lakh. The auxiliary main cost rupees 9 lakh, and the new machine cost rupees 3,50,000. It is estimated that the cost of laying a machine has gone up 30%. Part of the old machine realized for rupees 15,000. Past journal entries to record the above transaction. So above transaction record ചെയ്ത് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ടർ സപ്ലൈ കൺസേണിൻ്റെ മെയിൻസിൻ്റെ 1/4 പാർട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് റീപ്ലേസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് പാസ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഓൾഡ് മെഷീൻ്റെ എത്ര വാല്യൂ ഉള്ള ഓൾഡ് മെഷീനാണ് റീപ്ലേസ് ചെയ്യേണ്ടത് നോക്കാം. അതായത് ഓൾഡ് മെയിൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 lakh rupees ആണ്. അതിന്റെ ഒരു ക്വാർട്ടർ റീപ്ലേസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്വാർട്ടർ മീൻസ് 1/4, ദാറ്റ് ഇസ് 2 lakh ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് 30% എന്താണ്, ഈ പെർട്ടിക്കുലർ റീപ്ലേസ് ചെയ്യുന്ന മെഷീനറിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ 2 lakhന്റെ 30% ദാറ്റ് ഇസ് 60,000 ഇൻക്രീസ്, ദാറ്റ് ഇസ് ആഡ് ചെയ്യുക. സോ എസ്റ്റിമേറ്റഡ് റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് കോസ്റ്റിന്റെ കൂടെ ഇൻക്രീസ് ചെയ്ത ആ ഒരു കോസ്റ്റും കൂടി ആഡ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 2,60,000. ഇതാണ് എസ്റ്റിമേറ്റഡ് റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കോസ്റ്റ് ഓഫ് ന്യൂ മെഷീൻ എന്ന് പറയുന്നത് 3,50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഫ് ന്യൂ മെഷീൻ 3,50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് കിട്ടി 2,60,000. സോ ഇത് നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ക്യാപിറ്റൽ ചാർജ്. ഓക്കെ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ കോസ്റ്റ്, ദാറ്റ് ഇസ് 90,000. ദെൻ നമുക്ക് എന്താണ് റവന്യൂ ചാർജ് അല്ലെങ്കിൽ റവന്യൂ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. സോ റവന്യൂ ചാർജ് അല്ലെങ്കിൽ റവന്യൂ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കോസ്റ്റ് മൈനസ്
സെയിൽ ഓഫ് ഓൾഡ് മെഷീൻസ് സെയിൽ ചെയ്യുന്നത് 15,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൈനസ് 15,000 യു വിൽ ബി ഗെറ്റിംഗ് 2,45,000. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ എസ്റ്റിമേറ്റഡ് റീപ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ ക്യാപിറ്റൽ ചാർജ്, ദെൻ റവന്യൂ ചാർജ്, ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ന്യൂ മെയിൻസ്, അതായത് നമ്മൾ എന്താ ന്യൂ മെയിൻസ് ഡെറ്റർ 90,000 ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട്. റീപ്ലേസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 2,60,000. റീപ്ലേസ്മെന്റ് എസ്റ്റിമേറ്റഡ് റീപ്ലേസ്മെന്റ് 2,60,000 ആണ്. സോ 2,60,000 ടു ബാങ്ക് അക്കൗണ്ട് 3,50,000. ദെൻ 50,000 എന്താണ്, നമ്മൾ സെയിൽ ഓഫ് ഓൾഡ് മെഷീൻസ് ഉണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റീപ്ലേസ്മെന്റ് 15,000. ദെൻ എന്താണ് 2,45,000 ആണ് വരുന്നത്. സോ 2,45,000 എന്ന് പറയുന്നത് റിസർവ് ആണ്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ റവന്യൂ കോസ്റ്റിന് നമ്മൾ റവന്യൂ റിസർവിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ റവന്യൂ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു റീപ്ലേസ്മെന്റ് 2,45,000. സിമിലർലി അടുത്ത വന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് ന്യൂ മെഷീൻ അക്കൗണ്ട്. ന്യൂ മെഷീൻസിന്റെ മെയിൻസിന്റെ വരുന്നത് 9 lakh rupees ആണ്. സോ 9 lakh rupees മെയിൻസിന്റെ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതായത് ബാങ്ക് 9 lakh. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി വരുന്നത്. 13th question. Marin Limited issued 20,000 10% debentures of rupees 100 each for the public subscription. The issue was underwritten as follows. Satyam 25%, Shivan 30% and Sundaram 25%. The company received a total number of 14,000 applications, of which marked application were as follows. Satyam 4,000, Shivam 3,000 and Sundaram 4,000. Determine the liability of each underwriters. So ഇത് അണ്ടർറൈറ്റിംഗിന്റെ ക്വസ്റ്റൻ ആണ്, ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നോക്കാം. സോ നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്ത് 20,000 10% ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സത്യം 25% ആണ് അണ്ടർറൈറ്റ് ചെയ്തിട്ടുള്ളത്, ശിവം 30% ആൻഡ് സുന്ദരം 25%. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ നോക്കുമ്പോൾ മനസ്സിലാകും 50 + 30 80% ആണ് ടോട്ടൽ എന്ത് ചെയ്തിട്ടുള്ളൂ, സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അണ്ടർറൈറ്റ് ചെയ്തിട്ടുള്ളത് ആകെ 30% ആണുള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന 20% കമ്പനി ആയിരിക്കും അണ്ടർറൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി ആയിരിക്കും ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, അതും ഓർത്തിരിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച്. ദെൻ നമുക്ക് എന്താണ് ഗ്രോസ് ലൈബിലിറ്റി അറിയാം. ഗ്രോസ് ലൈബിലിറ്റി ടോട്ടൽ നമുക്ക് 20,000 ഷെയർസ് ആണ്, ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അതിൽ 25% ദാറ്റ് ഇസ് 5,000. That 20,000 30% 6,000, 20,000 25% 5,000 and balance വരുന്നത് 20% ആണ്. സോ 20,000 20% 4,000. സോ ഈ ഒരു റേഷ്യോയിലാണ്, അതായത് ഗ്രോസ് ലൈബിലിറ്റി നമ്മൾ ഈ ഒരു പെർസെന്റേജിന്റെ ബേസിലാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഗ്രോസ് ലൈബിലിറ്റി ലെസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, കറക്റ്റ് നമ്മൾ ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ മാർക്ക്ഡ് ആപ്ലിക്കേഷന്റെ എമൗണ്ട് എല്ലാം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതെല്ലാം കൂടി എടുത്തെഴുതി, കമ്പനിക്ക് മാത്രം ഒന്നുമില്ല. ആൻഡ് അതിന്റെ ടോട്ടൽ 11,000 വന്നു. ദെൻ നമ്മൾ ബാലൻസ് ലെഫ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. ദാറ്റ് ഇസ് 20,000 മൈനസ് 11,000 9,000. ദെൻ 5,000 മൈനസ് 4,000 1,000. 6,000 മൈനസ് 3,000 3,000. 5,000 മൈനസ് 4,000 1,000. 4,000 4,000. ഓക്കെ, അപ്പൊ നമുക്ക് ബാലൻസ് ലെഫ്റ്റ് കിട്ടി. നെക്സ്റ്റ് എന്താണ് അൺബാലൻസ്ഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 14,000 ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തത്. അതിന്റെ അകത്ത് എന്താണ് 11,000 മാർക്ക്ഡ് ആണെങ്കിൽ ബാക്കി 3,000 ആയിരിക്കും എന്താ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ആൻഡ് ഈ ഒരു അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രോസ് ലൈബിലിറ്റി റേഷ്യോയിലാണ്. സിൻസ് നമ്മുടെ ക്വസ്റ്റനിൽ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഏത് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് ലൈബിലിറ്റി റേഷ്യോയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് 3,000 into 25 divided by 100 you will be getting 750. Then 3,000 into 30 divided by 100 900. 3,000 into 25 divided by 100 you will be getting 750. And 3,000 into 20%, that is 20 divided by 100 you will be getting 600. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അൺബ്ലോക്ക്ഡ് ആപ്ലിക്കേഷൻസും ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ നെറ്റ് ലൈബിലിറ്റി. ദാറ്റ് ഇസ് 9,000 മൈനസ് 3,000 6,000. 1,000 മൈനസ് 750 250. 3,000 minus 900 2,100. 1,000 minus 750 250. Then 4,000 minus 600, that is 3,400. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് എല്ലാ അണ്ടർറൈറ്റേഴ്സിനും അതുപോലെ തന്നെ കമ്പനിക്കും വന്ന ലൈബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. 30th question. On 1st April 2009, S Limited had a subscribed share capital of rupees 5 lakh
divided into 50,000 fully paid up equity shares of rupees 10 each. It had accumulated capital and revenue profit to the turn of rupees 3,90,000. By the date when A Limited acquired 80% of its shares for rupees 9 lakh, the profit earned by S Limited amount to rupees 2,60,000 for the year ending 31st March 2010, on which date S Limited issued by way of bonus one fully paid up equity shares of rupees 10 each for every 5 equity shares held out its pre-acquisition period. Calculate as on 31st March 2010 cost of control and minority interest just before issue of bonus share and immediately after issue of bonus share. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്ത് കോസ്റ്റ് ഓഫ് കൺട്രോളും അതുപോലെ തന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും സെക്കൻഡ് ക്വസ്റ്റൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂ. അപ്പോൾ 2 കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എച്ച് ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നത് 80%, എസ് ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നത് 20% ഷെയർസ് ആണ്. ദെൻ ബിഫോർ ബോണസ് ഇഷ്യൂ ചെയ്യാതെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോ നമ്മുടെ പ്രോഫിറ്റ്, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കൂടെ വരുന്നത് 3,90,000 ആണ്. ഓക്കെ, ആൻഡ് ഈ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റിന്റെയും ഷെയർ വരുന്നത് എത്രയാണെന്ന് നോക്കാം. എസ് ലിമിറ്റഡിന് 80% കൊടുക്കുക, ദാറ്റ് ഇസ് 3,12,000. എസ് ലിമിറ്റഡിന് 3,90,000 20%, ദാറ്റ് ഇസ് 78,000 ആണ് വരുന്നത്. ദെൻ കമ്മിങ് ടു റവന്യൂ പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2,60,000 ആണെന്ന്. സോ എച്ച് ലിമിറ്റഡിന് വരുന്നത് 2,60,000 80%, എസ് ലിമിറ്റഡിന് 2,60,000 20%, ദാറ്റ് ഇസ് 2,08,000 52,000 റെസ്പെക്റ്റീവ് ആയിട്ട് വരും. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh rupees ആണ് വരുന്നത്. അതിന് 20% ആണ് ആർക്ക് വരുന്നത്? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുന്നത്. ദാറ്റ് ഇസ് 1 lakh rupees ആണ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ്. സോ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പ്രോഫിറ്റ് എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും റവന്യൂ പ്രോഫിറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഹെഡ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 78,000 ആണ്, അത് കൊടുത്തു. അതോടൊപ്പം തന്നെ റവന്യൂ പ്രോഫിറ്റ് 52,000 ആണ്, അതും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,30,000 വന്നു. ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എഗെയിൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ റവന്യൂ പ്രോഫിറ്റ് എടുക്കില്ല. ഓക്കെ, ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നത് 3,12,000 ആണ്, അതെടുത്തു. ദെൻ ഷെയർ ക്യാപിറ്റൽ വരുന്നത് എത്രയാണ്? 5 lakhന്റെ 20% ആണ് നമ്മൾ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത്. ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ് ഓഫ് കൺട്രോൾ, അതായത് നോൺ മൈനോറിറ്റി ഷെയർ ഹോൾഡർ, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് 80% ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ 5 lakhന്റെ 80%, ദാറ്റ് ഇസ് 4 lakh rupees. അപ്പൊ നമുക്ക് ടോട്ടൽ ഇക്വിറ്റി വരുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി വരുന്നത് 7,12,000 ആണ്. ഓക്കെ, 7,12,000 ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗുഡ് വിൽ ആണോ അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് 9 lakh rupees ആണ്. ആൻഡ് നമ്മുടെ 9 lakh നമ്മുടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ എത്രയാണ്? 7,12,000 ആണ്. സോ ദ ഡിഫറൻസ് 9 lakh minus 7,12,000 യു വിൽ ബി ഗെറ്റിംഗ് 1,88,000. ആൻഡ് ഈ 1,88,000 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്താണ്? ഗുഡ് വിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മുടെ ബോണസ് ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷമുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ബോണസ് ഇഷ്യൂ 1/5, എവറി ഷെയറിന് 1/5 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 50,000 ഷെയർസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, 10 each ആണ്. അതിന്റെ 1/5, ദാറ്റ് ഇസ് 1 lakh ബോണസ് ഇഷ്യൂ ആണ് നടന്നത്. ദെൻ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും 3,60,90,000 ആണ്. അതിന്റെ അകത്ത് എന്ത് ചെയ്യണം? 3,90,000 അകത്ത് ബോണസ് ഇഷ്യൂ കുറയ്ക്കണം. സോ 1 lakh ഡിഡക്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 2,90,000. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,90,000 മൈനോറിറ്റി ഇൻട്രസ്റ്റ്, അതായത് എച്ച് ലിമിറ്റഡിനും ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡറി കമ്പനിക്കും അവരുടേതായ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 80% ആൻഡ് 20%. റേഷ്യോയ്ക്ക് ഒന്നും ഒരു മാറ്റവുമില്ല. 2,32,000 58,000 വരുന്നു.
ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ബോണസ് ഇഷ്യൂ നടത്തുമ്പോഴത്തേക്കും നമ്മുടെ റവന്യൂ പ്രോഫിറ്റിനെ ഒന്നും തന്നെ അഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് റവന്യൂ പ്രോഫിറ്റ് നമുക്ക് ഒരു മാറ്റവും ഇല്ല. ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടുപിടിച്ച റവന്യൂ പ്രോഫിറ്റ് തന്നെയാണ് സെക്കൻഡ് കേസിലും വരുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഷെയർ ക്യാപിറ്റൽ ആസ് യൂഷ്വൽ 5 ലാഖിന്റെ 20% കൊടുക്കുക. ദാറ്റ് ഇസ് 1 ലാഖ് വരുന്നു. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് 58,000, റവന്യൂ പ്രോഫിറ്റ് 52,000, ദെൻ ബോണസ് ഇഷ്യൂ. ഇപ്പൊ ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോണസ് ഇഷ്യൂവിന്റെ പെർസെന്റേജ് കൊടുക്കണം. ദാറ്റ് ഇസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത് 20% ആണ്. സോ 20% ബോണസ് ഇഷ്യൂവിന്റെ പ്രൊവൈഡ് ചെയ്യണം. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ 2,30,000 ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, റവന്യൂ പ്രോഫിറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്യരുത്. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് കൺട്രോളിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ 80% ആണ്. സോ 5 ലാഖിന്റെ 80% യു വിൽ ബി ഗെറ്റിംഗ് 4 ലാഖ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് യു വിൽ ബി ഗെറ്റിംഗ് 2,32,000 ആൻഡ് ബോണസ് ഇഷ്യൂ 1 ലാഖ് റുപ്പീസ് ആണ്. അതിന്റെ 80% യു വിൽ ബി ഗെറ്റിംഗ് 80,000. സോ ഇതിന്റെ ടോട്ടൽ എടുക്കുക. യു വിൽ ബി ഗെറ്റിംഗ് സെയിം എമൗണ്ട് 7,12,000. ഓക്കെ, ആൻഡ് ഈ 7,12,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് കൺട്രോളും കിട്ടി. നമ്മുടെ കയ്യിൽ എന്താണ്? ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട് 9 ലാഖ് റുപ്പീസ് ആണ്. സോ ദ ഡിഫറൻസ് വിൽ ബി ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. സോ ഇവിടെ പോസിറ്റീവ് ഡിഫറൻസ് 1,88,000 പോസിറ്റീവ് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഗുഡ് വിൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 40th question. S Limited is a subsidiary with a paid up equity share capital of rupees 3 lakh in shares of rupees 10 each purchased outright by H Limited for rupees 5 lakh. On the date of acquisition, credit balance of revenue reserve of S Limited is rupees 1,50,000. Therefore, out of the revenue reserve, S Limited declares a bonus issue of 1 equity for every 3 held and thus reduce the revenue reserve to rupees 50,000 in its financial books and increase its issued capital to rupees 4 lakh. Calculate the cost of control acquiring shares of S Limited before the issue of bonus shares and after the issue. ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് കോസ്റ്റ് ഓഫ് കൺട്രോൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ബിഫോർ ബോണസ് ഇഷ്യൂ ആൻഡ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ. സോ നമ്മുടെ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ് അക്വേർഡ് എന്ന് പറയുന്നത് 5 ലാഖ് റുപ്പീസ് ആണ് ക്വസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഫേസ് വാല്യൂ അക്വേർഡ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. സോ ഫേസ് വാല്യൂ അക്വേർഡ് 3 ലാഖ് റുപ്പീസ് ആണ്. സോ 3 ലാഖ് നമ്മൾ ഡിഡക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 1,50,000 ഡിഡക്ട് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. സോ ഇവിടെ ഗുഡ് വിൽ ആണ്, ദാറ്റ് ഇസ് 50,000 ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ നടത്തുന്നതിനേക്കാളും മുമ്പുള്ള സിറ്റുവേഷൻ ആണ്. ഇനി ബോണസ് ഇഷ്യൂ നടത്തി കഴിഞ്ഞുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആഫ്റ്റർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആണ്. സോ നമ്മൾ അക്വയർ ചെയ്ത ഷെയർസ് എത്രയാണ്? 5 ലാഖ് ആണ്. ഫേസ് വാല്യൂ 3 ലാഖ് ആണ്. ഒരു ചേഞ്ചും തന്നെ ഇല്ല. ദെൻ അഡീഷണൽ ആയിട്ട് എന്താണ് വന്നത്? ബോണസ് ആണ് വന്നത്. ബോണസ് ഷെയർസ് ആണ് വന്നത്. സോ ബോണസ് ഷെയർസിന്റെ ഫേസ് വാല്യൂ നോക്കാം. ദാറ്റ് ഇസ് 1 ലാഖ് റുപ്പീസ് ആണ്. സോ നമുക്ക് ബാലൻസ് വരുന്നത് 1 ലാഖ് ആണ്. ദെൻ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് 50,000 ഉണ്ട്. സോ 50,000 എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് 50,000 ഓൾസോ ഗുഡ് വിൽ. പോസിറ്റീവ് ബാലൻസ് ആയതുകൊണ്ട് ഗുഡ് വിൽ ആണ്. ഇഫ് ഇത് നെഗറ്റീവ് ബാലൻസ് ആവുകയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയേനെ. 15th question. India Shipping Company, Bombay, had a ship by name Bharat, whose written down value as on 1st July 2005 was rupees 24 lakh. The ship was insured for rupees 30 lakh at the rate of 1% for Voyage policy of Hull. The ship made a trip to Sunday and returned to Chennai during the period 1st July 2005 to 30th September 2005. The particulars relating to voyage are given below. Expenditure incurred: salary of the crew 25,000, fuel 55, port dues 30,000, store expenses 32,000, share of overhead for the ship 16,000. Then second, stevedowing at the rate of rupees 3 per ton. Third, depreciation was charged on the written down value of the ship at the rate of rupees
10% per annum. The freight was insured at 1%. Particulars of the freight consist of the following: leather goods 1100 tons at the rate of rupees 120 per ton, cotton 500 tons at the rate of rupees 150 per ton, sugar 1700 ton at the rate of rupees 100 per ton. In addition to premium at 10%, the brokerage payable was 5%. Prepare voyage account for 3 months. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷന്റെ കാര്യമാണ്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണ്? 30 lakh ആണ് വരുന്നത്. സോ 30 lakhന്റെ 10% യു വിൽ ബി ഗെറ്റിംഗ് 3 lakh. ഓക്കെ, 3 lakhന്റെ 3/12 3/12 ആണ് വരുന്നത്. ഡിപ്രീസിയേഷൻ ഫോർ 3 months ആണ് വരുന്നത്. സോ 60,000. ടു വോയേജ് ഓഫ് ഹള്ള് വരുന്നത് എത്രയാണ്? ഹള്ളിന്റെ അതായത് ഷിപ്പിന്റെ 1% ആണ് നമ്മൾ ഹൾ ഇൻഷുറൻസ് വരുന്നത്. സോ ഷിപ്പിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 30 lakh ആണ്. സോ 30 lakhന്റെ 1% യു വിൽ ബി ഗെറ്റിംഗ് 30,000. ദെൻ സാലറി ടു ക്രൂ 25,000 പറഞ്ഞിട്ടുണ്ട്. ഫ്യൂവൽ 55,000 പറഞ്ഞിട്ടുണ്ട്. പോർട്ട് ഡ്യൂസ് 30,000 പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർസ് 32,000 പറഞ്ഞിട്ടുണ്ട്. ഓവർ ഹെഡ് 16,000 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യവും എടുത്തു പറയാനായിട്ടില്ല. നമുക്കറിയാം വോയേജ് അക്കൗണ്ടിന് 2 സൈഡാണുള്ളത്, എക്സ്പെൻസസും അതുപോലെ തന്നെ ഇൻകം. ഒരു കമ്പനി, ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ചുള്ള എക്സ്പെൻസ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓവർ ഹെഡ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ വരുന്നത് സ്റ്റീവ് ഡോബിംഗ് ചാർജസ് ആണ്. സോ സ്റ്റീവ് ഡോബിംഗ് ചാർജസ് എന്ന് പറയുന്നത് 3 into 330 ആണ്. ഓക്കെ, 3 into 330 ആണ്. അതായത് നമ്മുടെ അടുത്ത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റീവ് ഡോവിംഗ് ചാർജസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രൈറ്റിന്റെ ടോട്ടൽ ടൺസ് ഇൻറ്റു 3 ആണ് സ്റ്റീവ് ഡോവിംഗ് ചാർജസ്, ദാറ്റ് ഇസ് 9,900. ദെൻ ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നതും ബ്രോക്കറേജ് എന്ന് പറയുന്നതും ടോട്ടൽ ഇൻകം സൈഡ്, അതായത് ഫ്രൈറ്റും പ്രീമിയേജും കൂടി വരുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ പെർസെന്റേജ് ആയിരിക്കും ഫ്രൈറ്റ് ഇൻഷുറൻസും ബ്രോക്കറേജും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ 2 എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഫ്രൈറ്റിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ലെതർ 1100 ടൺസിന്റെ 120 per ton ആണ്. സോ 1100 into 120 യു വിൽ ബി ഗെറ്റിംഗ് 1,32,000. ദെൻ കോട്ടൺ 500 ടൺസിന്റെ per ton 150 ആണ്. സോ 500 into 150 യു വിൽ ബി ഗെറ്റിംഗ് 75,000. ഷുഗറിന്റെ 1,700 ടൺ ആണ്, 100 per ton. So you will be getting 1,70,000. So the total you will be getting 3,77,000. And pre-mage എന്ന് പറയുന്നത് ഈ ഫ്രൈറ്റിന്റെ 10% ആണ്. ഓക്കെ, pre-mage എന്ന് പറയുന്നത് ഫ്രൈറ്റിന്റെ 10% ആണ്. ദാറ്റ് ഈസ് 3,77,000 into 10% you will be getting 37,700. ഓക്കെ, ആൻഡ് ഇതിന്റെ ടോട്ടൽ അതായത് 4,14,700ന്റെ 1% ആണ് ഫ്രൈറ്റ് ഇൻഷുറൻസ് ആൻഡ് 5% ആണ് എന്താ ബ്രോക്കറേജ് വരുന്നത്. അപ്പൊ നമ്മൾ എല്ലാ എക്സ്പെൻസസും ഇൻകംസും ചെയ്തു. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഇസ് 1,31,918. 16th question. Mr. X has been appointed as liquidator of ABC Limited. The balance sheet at the time of liquidation is given below. So നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh ഉണ്ട്, ഡിബഞ്ചേഴ്സ് 1 lakh ഉണ്ട്, ലോൺസ് 50,000, ക്രെഡിറ്റേഴ്സ് 50,000, ഫിക്സ്ഡ് അസറ്റ് 2 lakh, സ്റ്റോക്ക് 50,000, സൺഡ്രി ഡെറ്റേഴ്സ് 1,25,000, ക്യാഷ് 5,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഫിക്സ്ഡ് അസറ്റ്സ് ആർ സോൾഡ് ഫോർ ₹1,20,000 ടു എ ഡിബഞ്ചർ ഹോൾഡർ ഹോൾഡിംഗ് ₹40,000. സോ നമ്മുടെ 1,20,000 അസറ്റ്സ് ആണ് റിയലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 40,000 എന്ന് പറയുന്നത് ആരാണ് ഈ 1,20,000ൻ്റെ ഫിക്സ്ഡ് അസറ്റ് എടുത്തത്? ഡിബഞ്ചർ ഹോൾഡർ ആണ്. 40,000 ഹോൾഡിംഗ് ഡിബഞ്ചർ ഹോൾഡർ ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ബാലൻസ് എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ റിയലൈസ് വാല്യൂ വരുന്നത് 1,20,000 മൈനസ് 40,000 ആയിരിക്കണം. ദെൻ cash received from the debtors 80,000 and liquidation expenses 1,000. Liquidator is paid for ₹1,000 fixed allowances plus 2% commission on the collection including cash in hand
rupees 5,000 as remuneration. Stock is to be for rupees 10,000. Prepare liquidator statement of account. So ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം അസറ്റ്സ് റിയലൈസ് ചെയ്ത് ടോട്ടൽ അസറ്റിന്റെ വാല്യൂ 1,20,000 ആണ്. അതിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് തന്ന അവർക്ക് വരുന്ന വാല്യൂ 40,000 ഡിഡക്ട് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 80,000. 80,000 ആണ് നമ്മൾ അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടിയ വാല്യൂ. ദെൻ ഡെറ്റേഴ്സ് 80,000 ആണെന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് 10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് 5,000. സോ ടോട്ടൽ അസറ്റ്സ് റിയലൈസ് 1,75,000 എന്ന് കിട്ടി. ദെൻ നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡേഷൻ എക്സ്പെൻസസ് 1,000 ആണ്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് റിയലൈസിന്റെ 3% കൂടാതെ ഒരു 1,000 റുപ്പീസും കൂടി വരുന്നുണ്ട്. സോ 1,75,000ന്റെ 3% എന്ന് പറയുന്നത് 3,500 ആണ്. സോ 3,500 പ്ലസ് 1,000 യു വിൽ ബി ഗെറ്റിംഗ് 4,500 ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. പിന്നെയുള്ളത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് 1,00,000 റുപ്പീസ് ആണ്. ആൻഡ് ഈ ഒരു 1,00,000 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എമൗണ്ട് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സിന്റെ 40,000 ഫിക്സ്ഡ് അസറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡർ എന്താണ് അസറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഡിബഞ്ചർ ഹോൾഡറിന്റെ അകത്ത് നിന്ന് 4,000 എന്താണ് ഓൾറെഡി ലൈബിലിറ്റി സെറ്റിൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന 6,000 മാത്രം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കൊടുക്കുക. ദെൻ വരുന്നത് ലോൺ ആണ് 50,000, ക്രെഡിറ്റേഴ്സ് 50,000. ഓക്കെ, അതെല്ലാം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുൾ തന്നെ പേയ്മെന്റ് കൊടുത്തു. ഇനി ബാലൻസ് വരുന്നത് നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫുൾ എമൗണ്ട് കൊടുക്കാനായിട്ട് ബാലൻസ് ഇല്ല, സഫീഷ്യന്റ് ആയിട്ടുള്ള ബാലൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള ബാലൻസ് എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്തു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. ദാറ്റ് ഇസ് 9,500. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17th question. MV India Empress is regularly employed on cargo trade between India and East Africa. She sent on her voyage on 1st July 2019 and arrived at a destination on 1st August 2019. You are required to prepare voyage account bearing in mind the following particulars. First, the vessel was purchased in 2003 for rupees 100 lakh and at the time of purchase had 10 years of working life left. Depreciation on ship is charged on straight line basis. Standard costing per day excluding recovery of depreciation rupees 22,000. The vessel consumes daily 40 tons of fuel, 2 tons of diesel and 15 tons of fresh water. The cost of these were 1,000, rupees 1,350 and rupees 20 per ton respectively. The vessel loaded the under-mentioned cargo, 4,000 tons on which freight rupees 375 per ton was charged and 3,500 tons on which rate freight was 190 per ton. Both the rates are to be enhanced by surcharge of 20% over the basic rates. Freight brokers were to be paid a brokerage of 2%. Port charges at the loading and discharging part were 40,000 and 85,000 respectively. 7,40,000 അല്ല 40,000 and 85,000 respectively. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ജൂലൈയിലും എൻഡ് ചെയ്ത് 14th ഓഗസ്റ്റിലുമാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെർ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എത്ര ദിവസമായിരുന്നു വോയേജ് എന്നാണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത്. സോ ജൂലൈയിൽ 31 ഡേയ്സും ഓഗസ്റ്റിൽ 14 ഡേയ്സും ആണ് വോയേജ് നടന്നത്. സോ ടോട്ടൽ 45 ഡേയ്സ് ആണ് ടോട്ടൽ വോയേജ്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100 ലാക്കിന്റെ 16 ആണ് എന്ത് വരുന്നത് നമ്മുടെ ഡിപ്രീസിയേഷൻ, അതായത് 16 ഇയേഴ്സ് ഓഫ് ലൈഫ് ആണ് വരുന്നത്. സോ ഇൻറ്റു 45/350 യു വിൽ ബി ഗെറ്റിംഗ് 77,555. ദെൻ സ്റ്റാൻഡിംഗ് ചാർജസ് വരുന്നത് 22,000 ആണ് 1 ഡേ വരുന്നത്. സോ 45 ദിവസത്തിലെ സ്റ്റാൻഡിംഗ് ചാർജസ് എന്ന് പറയുന്നത് 22,000 × 45 യു വിൽ ബി ഗെറ്റിംഗ് 9,90,000. ദെൻ ബങ്കർ കോസ്റ്റ്. ബങ്കർ കോസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഫ്യൂവൽ അതുപോലെ തന്നെ ഡീസൽ, ഫ്രഷ് വാട്ടർ, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബങ്കർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്യൂവല് 14 ടൺ റുപ്പീസ് വരുന്നത് 1,000 ആണ് 45 ദിവസത്തിലേക്ക്. ദെൻ ഡീസൽ ആണെങ്കിൽ 2 ടൺ പെർ ഡേ ഇൻറ്റു പെർ കോസ്റ്റ് വരുന്നത് 1350 ആണ് ഇൻറ്റു 45 യു വിൽ ബി ഗെറ്റിംഗ് 1,21,500. ഫ്രഷ് വാട്ടർ 15 ടൺ ഇൻറ്റു 20
into 45, you will be getting 13,500. Then brokerage വരുന്നത് എന്താണ്, ഫ്രൈറ്റിന്റെ സർചാർജസിന്റെയും കൂടെ വരുന്ന 2.5%. പോർട്ട് ചാർജസ് നമുക്ക് തന്നിട്ടുണ്ട് 1,25,000. അപ്പോൾ ഫ്രൈറ്റ് എന്ന് പറയുന്നത് 4,000ന്റെ ടൺ 375 റുപ്പീസ് 15 lakh, 3,500 tons into 190 rupees 6,65,000. So the total is 21,65,000. Surcharges എന്ന് പറയുന്നത് 21,65,000 20%, that is 4,33,000. So the total is 2,59,000. 25,98,000 ആണ് ടോട്ടൽ വരുന്നത്. ആൻഡ് 25,98,000 2.5% ആണ് ബ്രോക്കറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് 64,950. സോ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് നോക്കുക. സോ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത്. ജസ്റ്റ് ബാലൻസ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് 5,75,995 ആസ് നെറ്റ് പ്രോഫിറ്റ്. 18th question. From the following information, you are required to prepare consolidated balance sheet. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷനിൽ നിന്നും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് നമുക്ക് അസറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ലൈബിലിറ്റീസും തന്നിട്ടുണ്ട്. ദെൻ എം ലിമിറ്റഡും എൻ ലിമിറ്റഡിൻ്റെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹1 ആണ്, 12,000 5,000. സൺട്രി ലൈബിലിറ്റീസ് 8,000 3,000. അസറ്റ്സ് വരുന്നത് സൺട്രി അസറ്റ്സ് 16,000 8,000. ആൻഡ് എൻ ലിമിറ്റഡിൻ്റെ വരുന്നത് 4,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് ഫസ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഗുഡ് വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 4,000 ആണ്. അതായത് നമ്മുടെ എം ലിമിറ്റഡിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് എൻ ലിമിറ്റഡിന്റെ ഷെയർസ് 4,000 ഉണ്ടെന്ന്. അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ ആ ഒരു 4,000 ആണ്. അതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എന്ത് തന്നെയാണ്, 4,000 ആണ്. സോ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നോ ഗുഡ് വിൽ ഓർ നോ ക്യാപിറ്റൽ റിസർവ്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ദെൻ നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 1000 ഷെയർസ് ആണ്, അതിന്റെ ₹1 ആണ് വരുന്നത് മൈനോറിറ്റി. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 1000 തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഷെയർ ക്യാപിറ്റലാണ്. സോ ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എം ലിമിറ്റഡിന്റെ ഷെയർസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. കാരണം എം ലിമിറ്റഡ് ആണ് എൻ ലിമിറ്റഡിനെ എടുത്തിരിക്കുന്നത്, അതായത് ടേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എം ലിമിറ്റഡിന്റെ മാത്രം എഴുതുക 12,000. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1,000. സോ 1,000 എഴുതി. നോൺ കറണ്ട് ലൈബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നോൺ കറണ്ട് ലൈബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് ലീവ് ചെയ്തു. ഓക്കെ, ദെൻ കറണ്ട് ലൈബിലിറ്റീസ് എമ്മിന്റെയും എന്നിന്റെയും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 8,000 + 3,000 യു വിൽ ബി ഗെറ്റിംഗ് 11,000 എഴുതി. ഓക്കെ, ദെൻ അസറ്റ് സൈഡിൽ നോക്കുക. അസറ്റ് സൈഡിൽ നമുക്ക് ആകെ ഒരു അസറ്റ് ഉള്ളൂ, സൺട്രി അസറ്റ്സ് മാത്രമാണ് ഉള്ളൂ. ഓക്കെ, ആൻഡ് ഈ സൺട്രി അസറ്റ്സ് എന്ന് പറയുന്നത് 6,000 8,000 ആണ്. എമ്മിന് 16,000 എന്നിന് 8,000 ആണ്. സോ അതിന്റെ ടോട്ടൽ എടുക്കുക, ദാറ്റ് ഇസ് 24,000. ഓക്കെ, സോ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും നമുക്ക് ഈക്വൽ ആയി. ഒരു സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല. ജസ്റ്റ് നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രശ്നം ഉണ്ടായുള്ളൂ. പ്രോഫിറ്റ്, ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലാണെങ്കിലും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അഡ്ജസ്റ്റ്മെന്റ്സോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതെന്ന് പറയുന്നത് 10 മാർക്ക് ഈക്വൽ ആയിട്ടുള്ള 2 വെയ്റ്റ് ക്വസ്റ്റിന്റെ അണ്ടറിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഓഫ് അഡ്വാൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മോഡൽ പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യം എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.